ഡോക്ടർമാർ പറയും ഇനി രക്ഷയില്ല. കുടുംബക്കാർ നിങ്ങളെ നോക്കി പറയും ഇനി രക്ഷയില്ല, നിന്റെ ലൈഫ് വേസ്റ്റ് ആണ്, നീ കാത്തിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ നിന്റെ ലൈഫ് വേസ്റ്റ് ആണ്. കുടുംബം പറയും നീ ഇനി പ്രതീക്ഷിക്കുന്നത് ഇനി ഉയരുകയൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ ചെന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അങ്ങ് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ജീവിതം അങ്ങ് അവസാനിച്ച് കിട്ടുന്നത് വരെ ഇങ്ങനെയൊക്കെ ചിലർ പറയും ഇതെന്റെ വിധിയാണ്, ഇത് മരണം വരെ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടത് എന്റെ വിധിയാണ്. കാരണം എല്ലാ പ്രതീക്ഷകളും എന്ത് ചെയ്തിരിക്കുകയാണ്, അസ്തമിച്ച് കിടക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ വൈകുന്നു, അപ്പോൾ വിചാരിക്കുന്നു കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ദൈവം ഒരു കാര്യം അറിയിച്ചു, അതിന് ഇനിയും സമയങ്ങൾ കിടപ്പുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ അതൊന്നും നടക്കുന്ന കേസല്ല. നിങ്ങളുടെ സാഹചര്യം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോഴും റോമലേഖനം 4:18 അബ്രഹാമിനെ കുറിച്ച് പഠിക്കുന്നത് ഇങ്ങനെയാണ്, വായിച്ചേ. റോമർ 4:18 നിന്റെ സന്തതി, അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശിക്കാൻ ഒരു വകയുമില്ല, തലമുറകൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ അറിയിച്ച വാഗ്ദത്തത്തിന്റെ മേൽ അബ്രഹാം വിശ്വസിച്ചു. എങ്ങനെ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നിന്റെ വിഷയത്തിന്റെ മേൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച വാഗ്ദത്തം പ്രാപിക്കാനിടയാകണം. എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെ വിശ്വസിക്കണം? ആശയ്ക്ക് വിരോധമായി, ഭാര്യയ്ക്ക് വിരോധമായിട്ടല്ല. പുള്ളിക്കാരന്റെ ഭാര്യന്റെ ഒരു ആശയാണ്, തെറ്റിദ്ധരിക്കരുത്. ആശയ്ക്ക് വിരോധമായി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ വിളിക്കണം, വെടിക്ക് വാ. ഇന്ന് ചർച്ചിൽ പാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ? നിനക്ക് വിരോധമായിട്ട് ഞാൻ വിശ്വസിക്കാനാ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞേക്കരുത്. ആശയ്ക്ക് വിരോധമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരോധമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ദൈവം അറിയിച്ച കാര്യത്തിനകത്തുണ്ടെങ്കിലും ദൈവം എന്നോട് അറിയിച്ച കാര്യത്തിൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അത് നിവർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനെയാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം ദൈവത്തിൽ. എവിടൊക്കെ നീ താഴ്ത്തപ്പെട്ടോ, എവിടൊക്കെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെയൊക്കെ നീ താഴ്ച അനുഭവിച്ചോ, അവിടെ എല്ലാം നിന്റെ മേലൊരു പ്രോമിസ് കിടപ്പുണ്ടെങ്കിൽ, അവിടെ എല്ലാം നിന്റെ മേലൊരു ദൈവ വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ ദൈവം മാറ്റുകയില്ല. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ച് വാഗ്ദത്തം നിവർത്തി കണ്ടതുപോലെ 2024 നിന്റെ മേലൊരു സൂപ്പർ നാച്ചുറൽ മൊമെന്റ് വെളിപ്പെടാൻ പോകുകയാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കാത്തിരിക്കുന്ന ചിലതിന്റെ മേൽ നീ അത്ഭുതം കാണാൻ പോകുകയാണ്. കാത്തിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് പകൽ ഈ ദൂതിനെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഹല്ലേലൂയ. എങ്ങനെ വിശ്വസിക്കണം?
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നോട് പറഞ്ഞാൽ ഈ വാഗ്ദത്തം മാറിപ്പോകയില്ല, പക്ഷെ ഈ വാഗ്ദത്തം നിവൃത്തിയാകയില്ല എന്ന് പറയുന്നിടത്ത്, ഈ വാഗ്ദത്തം നിവൃത്തിയാകയില്ല എന്ന് പറയുന്നിടത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം നിങ്ങളോട് അറിയിച്ചത് നിവൃത്തീകരിക്കത്തില്ല എന്ന് പറയുന്നിടത്ത്, ഇത് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കാൻ, സൗഖ്യമാകയില്ലെന്ന് പിശാച് പറയുന്നിടത്ത് സൗഖ്യമാകുമെന്ന് വിശ്വസിക്കാൻ, നീ ഉയർച്ച പ്രാപിക്കയില്ലെന്ന് പിശാച് പറയുന്നിടത്ത് നീ ഉയർച്ച പ്രാപിക്കുമെന്ന് വിശ്വസിക്കാൻ, ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ച് വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തം മാറിപ്പോകയില്ല, അതങ്ങനെ തന്നെ വന്നു ചേരും. ഡോക്ടർമാര് പറയും ഇനി രക്ഷയില്ല, കുടുംബക്കാർ നിങ്ങളെ നോക്കി പറയും ഇനി രക്ഷയില്ല, നിന്റെ ലൈഫ് വേസ്റ്റ് ആണ്, നീ കാത്തിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ നിന്റെ ലൈഫ് വേസ്റ്റ് ആണ്. കുടുംബം പറയും നീ ഇനി പ്രതീക്ഷിക്കുന്നത്, ഇനി ഉയരുകയൊന്നുമില്ല, ഇതിങ്ങനെയൊക്കെ ചെന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അങ്ങ് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ജീവിതം അങ്ങ് അവസാനിച്ച് കിട്ടുന്നത് വരെ ഇങ്ങനെയൊക്കെ പോവാ. ചിലർ പറയും ഇതെന്റെ വിധിയാണ്, ഇത് മരണം വരെ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടത് എന്റെ വിധിയാണ്. കാരണം എല്ലാ പ്രതീക്ഷകളും എന്ത് ചെയ്തിരിക്കുകയാണ്, അസ്തമിച്ച് കിടക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ വൈകുന്നു, അപ്പോൾ വിചാരിക്കുന്നു കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ദൈവം ഒരു കാര്യം അറിയിച്ചു, അതിന് ഇനിയും സമയങ്ങൾ കിടപ്പുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ അതൊന്നും നടക്കുന്ന കേസല്ല. നിങ്ങളുടെ സാഹചര്യം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോഴും ദൈവം നിങ്ങളോട് അറിയിച്ചതിന്റെ മേൽ ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞവർ സൗഖ്യത്തിനായി കാത്തിരിക്കുമ്പോൾ, ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഉയർച്ച നിന്നിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കുന്നു. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കുന്നവന്റെ മേൽ ഈ വാഗ്ദത്തം നിവർത്തി വെളിപ്പെടും. ചില വീട്ടിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടുകയാണ്. നിന്റെ വീടുമായിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ ഇന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. അത് നിവൃത്തിയാകും. അതിനെ തടയാൻ പിശാചിന് കഴിയുകയില്ല, അതിനെ തടയാൻ മന്ത്രവാദത്തിന് കഴിയുകയില്ല, അതിനെ തടയാൻ ഒരു പ്രതിയോഗിക്കും കഴിയുകയില്ല. നിന്നോടറിയിച്ച വാഗ്ദത്തത്തെ നിവൃത്തിയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന്റെ പേരത്രേ യേശു.